ഹായ് ഫ്രണ്ട്സ്, ലല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. കാലിനും കൈക്കും മുട്ടിനൊക്കെ ചെറിയൊരു മുറിവും നീരും ഒക്കെ ആയിട്ട് ഇരിക്കുക. നമ്മുടെ റോഡുകളാണെങ്കിൽ എപ്പോഴും റോഡ് പണിയാണല്ലോ, പണി തീരാത്ത റോഡുകളാണ്. എത്ര പണിതാലും പണി തീരാത്ത റോഡുകളാണ്. ഒരു വാഴ നടാൻ വലിപ്പത്തിലും ഉണ്ട്. കിണർ പോലെയാണ് കുഴികൾ. അങ്ങനെ ഒരു കുഴിയിൽ അങ്ങനെ വീണ് സ്കിഡായി ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. കാലിൽ ചെറിയ മുറിവും നീരൊക്കെ ഉണ്ട്. മുട്ടും കൈയും കാലും ഒക്കെ ആകെ വേദനയാണ്. അതുകൊണ്ടാണ് 1-2 ദിവസം. പിന്നെ ഫോണും കേടായി. ഫോണ് റെഡിയാക്കിയിട്ട് ഇന്നലെ നൈറ്റ് കിട്ടിയുള്ളൂ. വണ്ടിക്കും ചെറിയ കേടുപാടൊക്കെ ഉണ്ട്. വണ്ടി റെഡിയാക്കിയിട്ടില്ല, റെഡിയാക്കിയിട്ട് കിട്ടണുള്ളൂ. ആക്സിഡൻ്റ് ഉണ്ടായെന്ന് ഞാൻ കുറേ കരഞ്ഞു. നമ്മുടെ മനക്കട്ടി കുറവായതുകൊണ്ടല്ല കേട്ടോ നമ്മൾ കരയണത്. കണ്ണുനീര് ശരിക്കും ഞാൻ പറയും, ചിലപ്പോൾ എൻ്റെ കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ ഞാൻ 1-2 അടി കൊടുക്കുമ്പോൾ അവർ കരയും. അപ്പം ഞാൻ പറയും, കരയുന്നത് നല്ലതാ, നമ്മുടെ കണ്ണ് തെളിയാനും മനസ്സ് തെളിയാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വേദന കുറയാനും ഇടയ്ക്കൊക്കെ ഒന്ന് കരയണം, നല്ലതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കത്തി കൊണ്ട് ഒരാളെ കുത്തുമ്പോൾ ഉള്ള വേദനയേക്കാളും കത്തിയുടെ മൂർച്ചയേക്കാളും മൂർച്ചയേറിയത് എന്താണെന്നറിയോ? ഒരാളുടെ വാക്കാണ്. നമ്മൾ ഒരാളെ കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാളും നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അവരുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കും. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും കരുണ നിറഞ്ഞതാവണം, സ്നേഹമുള്ളതാകണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാണ്ട് സംസാരിക്കാൻ നോക്കണം. ഞാനങ്ങനെ മാക്സിമം ശ്രദ്ധിക്കുന്ന ആളാണ്. പിന്നെ എപ്പോഴും ഒരു പുഞ്ചിരി, നമ്മുടെ പുഞ്ചിരി നമുക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും വളരെ വലിയൊരു ആശ്വാസമായിരിക്കും. ഒരാളെ നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ മനസ്സിൽ ഭയങ്കര ദുഃഖമായിരിക്കും. നമ്മളൊന്ന് ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, നല്ലതാണ്. ഏറ്റവും നല്ലൊരു എക്സസൈസാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അതിന് വളരെ വലിയ ഒരു അർത്ഥമുണ്ട്. ഭാഗ്യത്തിന് അധികം കേടുപാടൊന്നും ഇല്ലാണ്ട് അങ്ങനെ കർത്താവ് താങ്ങിയത് കൊണ്ട് ഇത്രയൊക്കെ വന്നുള്ളൂ. ചെറിയ കേടുപാടുകൾ മാത്രമേ ഉള്ളൂ. അത് 2-3 ദിവസത്തിനുള്ളിൽ റെഡി ആയിക്കോളും. കാല് നടക്കാൻ നല്ല വേദനയുണ്ട്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം പോരല്ലോ, ഇടയ്ക്ക് കുറച്ച് സങ്കടവും തളർച്ചയും വീഴ്ചയും ഉയർച്ചയും താഴ്ചയും എല്ലാം കൂടി നിറഞ്ഞതാണല്ലോ ജീവിതം. കുറേ ഓടുമ്പോൾ കർത്താവ് പറയും, കുറച്ച് നേരം ഒന്ന് നീ ഇരിക്കടി, റെസ്റ്റ് എടുക്കടിയെന്ന് കർത്താവിന് തോന്നിക്കോണം. ഇപ്പോഴും ഓടണ്ട, കുറച്ച് നേരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാലിന് ഭയങ്കര പെയിനാണ്, നടക്കാൻ പറ്റണില്ല തീരെ. പിന്നെന്താ, നിങ്ങളോടൊന്നും ഇങ്ങനെ കുറച്ച് ദിവസമായല്ലോ സ്ക്രീനിൽ വന്നിട്ട്, അപ്പോൾ അതൊന്ന് സംസാരിക്കണമെന്ന് തോന്നി.